സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു മഞ്ജു. മഞ്ജു, വെൽക്കം ടു പറയാൻ നേടാം പണം നേടാം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഈ ലോക്ക്ഡൌൺ ആയിരുന്നപ്പോ അദ്ദേഹം 2 മാസം വീട്ടിലായിരുന്നല്ലേ? 2 മാസം ഒന്നല്ല, കുറച്ച് നാളായിട്ട് ഇപ്പൊ വീട്ടിൽ തന്നെ ഉണ്ട്. കുറച്ച് നാളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ട്. പരിപാടിയൊന്നും ഇല്ലാത്തപ്പം. പക്ഷെ അങ്ങനെയാണോ ഈ മെലിഞ്ഞത്? പുള്ളി പറയുന്ന പരിപാടി ഇല്ലാഞ്ഞിട്ട് മെലിഞ്ഞതാണ്. പിന്നെ ഇത്തിരി ഷുഗറുണ്ട്. അത് ഏതാ? അങ്ങനെ വരട്ടെ. ഇത് നേരത്തെ ഞാൻ ഇന്നലത്തെ എപ്പിസോഡിൽ ഞാൻ ചോദിച്ചാൽ പറഞ്ഞു ഞാൻ ഡയറ്റിംഗ് ആണ്, ഞാൻ ബീഫ് നിർത്തി. മതി മതി മതി, ഇത്രയൊക്കെ. അല്ല, എനിക്ക് മനസ്സിലായി. പണ്ടേ അതുണ്ടായിരുന്നു. ഇപ്പൊ ഈ 3 മാസമായപ്പോ അത് വെളിയിൽ വന്നല്ലേ ഉള്ളു. മനസ്സിലായോ എന്താന്ന്? ഇല്ലാത്ത കാര്യല്ലേ? അല്ല, പഞ്ചാരേ തുടങ്ങാൻ നോക്ക്. മഞ്ജു, നമസ്കാരം. നമസ്കാരം. കാരണം ഇദ്ദേഹം ഇന്നലെ ഇവിടെ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. കുറെ കാര്യം പറഞ്ഞു. മഞ്ജു ഇങ്ങോട്ട് വന്ന് ഇൻട്രഡക്ഷനിൽ തന്നെ എന്നൊരു കാര്യം അങ്ങ് പൊട്ടിച്ചു. ഷുഗറാണ് സംഭവം മെലിഞ്ഞല്ലേ? ഞാനൊരു കണക്കിന് വല്ല അരിപ്പൊടിയും തേങ്ങയൊക്കെ ഇട്ട് പുട്ടുണ്ടാക്കി വെച്ചാൽ അത് കുത്തി നേരെ വെള്ളത്തിലോട്ട് ഇട്ടെന്ന് പറഞ്ഞാൽ ഈ ഷുഗർ എന്ന് പറയുന്ന ഒരു കുത്തരിയല്ലല്ലോ. അല്ല, ഇപ്പം ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ എപ്പോഴും എന്നെ ചിരിക്കുട്ടെന്ന് വിളിക്കുന്ന പോലെ ഒരു പഞ്ചാരക്കുട്ടനല്ലേ? അല്ല, മഞ്ജുവിനറിയാം. മഞ്ജു പറയാറുണ്ട്. മഞ്ജുവിന് എന്തറിയാം? അല്ല, എല്ലാം അറിയാൻ പാടില്ല. എല്ലാം അറിയാം. അല്ല, ഞാൻ പഞ്ചാരയാണെന്ന് മഞ്ജു പറയാറുണ്ട്. ആണോ? ആണോ മഞ്ജു? കുറച്ച് പഞ്ചാരയായിരുന്നു നേരത്തെ. നേരത്തെ എന്ന് വെച്ചാ ഒരുപാട് ലൈന. ഒരുപാട് ലൈനുകൾ ഉണ്ടായിരുന്നു. ആണോ? ലൈൻ ഉണ്ടായിരുന്നല്ലേ? ശരി. ഇതൊരു ചാനലാണ്, അമൃത ചാനൽ. ലോകം മുഴുവൻ ആൾക്കാർ കാണാൻ. അല്ല, ഇതൊരു നല്ല കുടുംബമാണ്. കാരണം വേറൊന്നുമില്ല, ഇത്ര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള വൈഫിനെ കിട്ടാൻ വലിയ പ്രയാസമാണ്. ശരിയാ. ഇവിടെ ഈ ലൈനിനെ പറ്റിയൊക്കെ പറഞ്ഞു. പക്ഷെ അറിയാത്തൊരു ലൈനുണ്ട്, അത് ഞാൻ പറയാം. എന്തായാലും നമുക്കൊന്ന് തുടങ്ങി കളഞ്ഞാലോ? തുടങ്ങാം. സവാരി ഗിരിഗിരി. ചോദ്യം: വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിൽ കോളനിയിൽ നിന്ന് ഒഴിഞ്ഞുകൊടുക്കാൻ എത്ര സെന്റ് ഭൂമി വീതം നൽകാമെന്നാണ് കമ്പനി കോളനിക്കാരോട് പറയുന്നത്? എ 5 സെന്റ്, ബി 3 സെന്റ്, സി 2 സെന്റ്. 3 സെന്റ്. 3 സെന്റ്. തീർച്ചയാണോ? കറക്റ്റല്ലേ? 3 സെന്റ്. 3 സെന്റ് ഞാൻ എടുത്തിട്ട് പൂട്ടി അവിടെ ഇരിക്കട്ടെ. ബി 3 സെന്റ്. അപ്പോൾ എന്താണ് ഈ ബൈജുവിൻ്റെ ആകർഷിച്ച കാര്യങ്ങൾ? ബൈജു പറഞ്ഞു എൻ്റെ തലേ വന്ന് വീണാണെന്ന്. എന്നാ പറഞ്ഞത്? അപ്പോൾ കണ്ടോണ്ടാ മതി എപ്പിസോഡ്. പറയാൻ നേടാന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റാണ്ടാവും, എനിക്ക് നേടാൻ പറ്റാണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ഗിഫ്റ്റ് തരുമെന്ന്. എന്താണ് ആകർഷിച്ച ഒരു ഭയങ്കര ഒരു തമാശ പറയുമായിരുന്നു. ഇപ്പോഴും പറയും. പക്ഷെ നാട്ടുകാർ പറഞ്ഞു നീ തമാശ പറഞ്ഞിട്ട് കേൾക്കള്ളെന്നാ. അപ്പൊ ഈ തമാശ പറയുന്നതുകൊണ്ടാണ് ആദ്യമായിട്ട് ഈ ഫോൾ ഇൻ ലവ് എന്നൊക്കെ പറഞ്ഞു അല്ലേ? ആദ്യം ഞങ്ങൾ കൂട്ടായിട്ട് പിന്നെ വഴക്കൊക്കെ ഇട്ട് അത് കഴിഞ്ഞിട്ടൊക്കെയാണ് പിന്നെ പ്രേമത്തിലോട്ടൊക്കെ വന്നത്. ഒരു വഴക്ക് സൗന്ദര്യപ്പിണക്കമാണോന്ന് അറിയില്ല. ഇപ്പോഴും വഴക്കൊന്നും ഇടാറില്ല? വഴക്കിടും. അപ്പൊ മക്കളെന്താ പറയും? മക്കള് ഇടപെടാറില്ല. ഇല്ല, അവർക്ക് അറിയാം. ഇത് കഴിയുമ്പോ മാറും. മഞ്ജു, അപ്പൊ 2 മക്കളാണ് അല്ലേ? അല്ലേ? അതെ. അല്ല, ഒരു പെട്ടെന്നൊരു പെട്ടെന്ന് മോഹം മാറി. പുള്ളി അതും ഇതൊക്കെ പറഞ്ഞു. അല്ല, ഞാൻ മഞ്ജുവിന്റെ അടുത്ത് ചോദിച്ചു 2 മക്കളാണ് അല്ലേ എന്ന് ചോദിച്ചു. മഞ്ജു അതേന്ന് പറഞ്ഞപ്പോ അതെ, അങ്ങനെ ഒരു എക്സ്പ്രഷൻ വന്നപ്പോ എനിക്ക് പെട്ടെന്ന് എന്തായാലും ഞാൻ ബൈജു ഇത്രയും കൊഞ്ചു പോലാവുന്ന ഞാൻ കണ്ടിട്ടില്ല. അല്ല ചേട്ടനെ, ചോദ്യത്തിലൊക്കെ എന്ത് 2 മക്കളാണല്ലേ? മറ്റേ അമേരിക്കൻ എംബസിയിൽ മറ്റേ സായിപ്പ്മാരൊക്കെ അല്ലേ, അവര് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും കണ്ണിലോട്ടൊക്കെ. വിച്ച് പർപ്പസ് യു ഗോ
എന്നൊക്കെ പറയുമ്പോൾ നമ്മള് ഭയങ്കര ഇതായി പോവില്ല. അതുപോലെ ചേട്ടൻ എന്തൊക്കെ അല്ല അത് ഞാൻ പറഞ്ഞുതരാം. മൂത്ത ആള് അമൽ, രണ്ടാമത്തെ അലീന.